എൻ്റെ പേര് മേഘ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആക്ച്വലി ബികോം ഇപ്പം കംപ്ലീറ്റ് ആയി. പിന്നെ അതുപോലെ CA ചെയ്യുന്നുണ്ടായിരുന്നു. CA ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് CA ഒന്ന് ബ്രേക്ക് എടുത്തിട്ടുള്ളത്, ഒരു ടെമ്പററി ബ്രേക്ക് എടുത്തിട്ടുള്ളത്. ജോബ് എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കുറേ അഡ്വർടൈസ്മെൻറ്റ് കാര്യമായാലും ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയാലും അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചായിരുന്നു. എൻട്രീൻ്റെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിൽ ഫസ്റ്റ് ബാച്ചിലൊരു മെമ്പറായിരുന്നു. അപ്പം എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല ഇത് എത്രത്തോളം ജെന്യൂൻ ആണ്, എനിക്കത് എത്രത്തോളം ബെനിഫിറ്റ് തരും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇതിപ്പം ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് തരുന്ന പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കഴിയുന്നത് വരെ ഇപ്പം പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം ഇപ്പം പറയുന്ന മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും കാര്യങ്ങളൊക്കെ പറയും 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടാകും, കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അത് എത്രത്തോളം അവർ ജെന്യൂനായിട്ട് പറയുന്നതാണ്, ആ പറയുന്നത് അവർ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുള്ളതിൽ മിക്കപ്പോഴും ഒരു മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഫെയിലായി പോയിട്ടുണ്ട്. പക്ഷേ എൻട്രീൻ്റെ കാര്യത്തിൽ അത് എടുത്തു പറയണം. കാരണം അത്രയും നല്ലൊരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ്സ് ഇങ്ങനെ വേക്കൻസിൻ്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം നമ്മൾ സ്റ്റുഡൻസ് ഒരു ബാക്കോട്ടേക്ക് അടിച്ചാൽ പോലും ഒരു മടി കാണിച്ചു തുടങ്ങിയാലും ഈ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കാരണം നമ്മളും അറിയാതെ ടാസ്ക് തരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രാക്ടീസ് അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പം മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കാരണം നമ്മളും സ്റ്റുഡൻസും അതിനൊരു നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ CA ആക്ച്വലി ഇൻ്റർമീഡിയറ്റ് 2 അറ്റംപ്റ്റ് എഴുതിയായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ചെറിയ മാർക്സിൻ്റെ ഡിഫറൻസിലാണ് ഇൻ്റർ കിട്ടാണ്ടായിപ്പോയത്. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് ഒന്ന് ബ്രേക്ക് എടുക്കാനുള്ള രീതിയിൽ ബ്രേക്ക് എടുത്ത് ഞാനൊരു CA ഫേമിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം അതും കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്ത സമയത്താണ് ലിറ്ററലി ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്താണ് എൻട്രീൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് ആ ടച്ച് വിട്ടുപോയിരുന്നു. പ്രാക്ടിക്കൽ നോളജിൻ്റെ കാര്യത്തിലായാലും അതല്ലാതെയുള്ള ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പം അപ്ഡേറ്റ്സ് ഇപ്പം GSTൻ്റെ കാര്യം അങ്ങനെയൊക്കെ കാര്യങ്ങളെ കുറച്ച് എനിക്കൊരു ടച്ച് വിട്ടുപോയിരുന്നു. അതൊന്ന് ബാക്ക് ടു ട്രാക്കിലേക്ക് ആയത് ഈ കോഴ്സ് വഴിയാണ്. എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ നോളജ് തരുന്ന കാര്യത്തിലാണ്. അതായത് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും തന്നത് തന്നെ അതിലിപ്പോൾ നമ്മൾ ഒരു ഫേമിൽ അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് ചുമ്മാ തിയറി ആയിട്ടല്ലാതെ ആ സൈറ്റിൽ കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി നമ്മളത് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇവർ ആ ഒരു രീതിയിലുള്ളൊരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കോഴ്സിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം എൻട്രീൻ്റെ തന്നെ ഈ ഒരു ഇപ്പോൾ GST ഫയലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ GSTൻ്റെ സൈറ്റ് എഡ്യൂക്കേഷൻ മോഡിൻ്റെ രീതിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ സൈറ്റിൽ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളായാലും അതുപോലെ തന്നെ ITR അതുപോലെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ സൈറ്റിൽ കയറി ഗവൺമെൻറ് സൈറ്റിൽ കയറി നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ ഒരു സൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളെ കൂടെ സ്റ്റുഡൻസിനെ കൂടി ചെയ്യിപ്പിക്കുന്ന രീതി ആയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ സജഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനപ്പുറം എന്നുള്ളൊരു സജഷൻ എനിക്ക് പറയാനില്ല. നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ ഇതിൽ നിന്ന് താഴാതെ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ കോഴ്സ് ആയാലും എൻട്രീൻ്റെ ബാക്കിയുള്ള കുറേ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിലായാലും ഒരുപാട് ആൾക്കാർ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും മേ ബി അവരുടെ കരിയർ സെറ്റ് ആവുന്ന തന്നെ അത്രയും എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടായിരിക്കാം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നിങ്ങളും ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇതിലൂടെ കരിയർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ നല്ലൊരു ഹാപ്പി ലൈഫായിരിക്കും, അവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും.